فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരന്മാരെ, സർവശക്തനായ ജഗന്നിയന്താവായ മാലിക്കുൽ മുലൂക്കായ പടച്ചറപ്പുരെ പേടിച്ചിട്ട് അവന്റെ നിയമനിർദ്ദേശ ജീവിതത്തിലെ എല്ലാ സന്ദർഭത്തിലും പാലിച്ചിട്ട് തഖ്വ കൈവിടാമാറി ജീവിക്കണം ചെന്ന് എൻ്റെ സ്വന്തം അവസരമാക്കാണ്ട് നിങ്ങളൊട്ടിക്കനാണ് വസിയത്താക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളെല്ലാവരെയും അഹ്ലുൽ ഖൈറിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. കോളത്തൂർ മസ്ജിദുൽ ഹുദ ഇതിലെ അധീനത്തിൽ ഏറ്റവും നല്ല മർമ്മപ്രധാനമായിട്ട് പഠിക്കാനായ നിർബന്ധമായിട്ടുള്ളതായ ഒരു കാര്യക്രമമായിട്ട് സംഘടിപ്പിച്ചത് തജ്ഹീസുൽ മയ്യത്ത്, മയ്യത്ത് പരിപാലനം. സാധാരണ ഇത് പഠിക്കുന്ന ആൾമാർ കൊറടി, ചില ആൾമാർ വിചാരിച്ചത് അത് ഞങ്ങൾക്ക് അകച്ച വരാത്ത ഒരു വിഷയത്തിക്ക് ആരെങ്കിലും റായത്തില് നാട്ടില് ഹിരിയ ആൾമാരെങ്കിലും ഇക്കുവാറ് അതാ പ്രവർത്തി ആക്കുവാറ് ഞങ്ങൾ എന്തെങ്കിലും പഠിക്കല് ചെത്ത് ഇറച്ചില ആൾമാർ വിചാരിച്ചാൽ അതിന്റെ വിഷയത്തിൽ വലിയ ശ്രദ്ധയില്ല. അയെങ്കിൽ ഇത് നിർബന്ധമായിട്ട് പഠിക്കണ ഒരു വിഷയത്തിക്ക് വലിയ പ്രതിഫലമായിട്ടുള്ളതായ ഒരു വിഷയത്തിക്ക് നാളെ പരലോകത്തിൽ വലിയ ഒരു മുതൽക്കൂട്ടമായിട്ട് ഉപകാരം കിട്ടുന്നതായ ഒന്നായിച്ചിക്ക് മയ്യത്തിനെ പരിപാലിക്കരുത്. അത് നക്ക് ലഭിക്കണം. നാളെ മരിച്ചെങ്കിൽ നല്ല മയ്യച്ചില ആൾമാർ പരിപാലിക്കണം, നക്ക് പേനായിട്ട് നിസ്കരിക്കണം, നക്ക് പേനായിട്ട് പ്രാർത്ഥിക്കണം, ചെത്ത് പേരിക്കുന്ന ആൾമാർ പാലിക്കണം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിട്ട് ഈ ക്ലാസ്സിൽ നിങ്ങൾ കേൾക്കും. എപ്പോഴും നടക്കുന്ന ക്ലാസ് അല്ല. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നല്ല ഒരു സ്വാലിഹായ സത്കർമ്മത്തിന്റെ കൂട്ടത്തില്, അമലിന്റെ കൂട്ടത്തില് അല്ലാഹു ഇത് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ ഭാഗമായിട്ട് രോഗിയെ സന്ദർശനാക്കരുത്. അത് മരണത്തിലെ ഒരു ഭാഗമായിരിക്കും. അതൊന്ന് തെല്ല എക്സ്പ്ലെയിൻ ആക്കിയിട്ട് വിഷയത്തിന് പറയാം. രോഗിയെ സന്ദർശനാക്കരുത്. ഇയാദത്തുൽ മരീദ്, ഇത്തിബാഉൽ ജനായിസ്, ഇത് എന്തായിരിക്കും? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിം. ഒരു മുസ്ലിമുകു പിന്നെ ഒരു മുസ്ലിമിന്റെ മേൽ നിർബന്ധമായിട്ടുള്ളതായ ഹഖായിട്ടുള്ളതായ വിഷയത്തിക്ക് 5 കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതിൽ ഒന്ന് ഇയാദത്തുൽ മരീദ്, രോഗിയെ സന്ദർശനാക്കരുത്. അത് വലിയ കൂലിയുള്ള വിഷയത്തിക്ക്, അതൊരു ഇബാദത്തിക്ക് ധാരാളമായിട്ടുള്ളതായ ഹദീസുകൾ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയെ സന്ദർശിച്ചതും രോഗിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചതും മുസ്ലിം അല്ലാത്തതായ അമുസ്ലിമായിട്ടുള്ളതായ രോഗിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിച്ചതും യഹൂദിയെ സന്ദർശിച്ചതും എല്ലാ ഹദീസ് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ഒരു വിഷയത്തിലാണ്. രോഗ സന്ദർശനത്തിൽ ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിം,
ഒരു മുസ്ലിമും പിന്നെ ഒരു മുസ്ലിമൊട്ടിക്കുള്ളതായ ബാധ്യതയിൽപ്പെട്ടതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണും. ഇമാം തിരുമതിയുടെ റിപ്പോർട്ടായ സ്വഹീഹായ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലു അലി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ടാക്കി. അലി റളിയല്ലാഹു അൻഹു ചൊല്ലു സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലതായിട്ടാണ് കേട്ട്. യഖൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലോണ്ടിട്ട് ഉറക്കച്ചെത്തിട്ടല്ല. യഖൂൽ ഒരു അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലോണ്ടിട്ട് എന്തായിരിക്കും? മാ മിൻ മുസ്ലിം, ഏതൊരു മുസ്ലിമും യഊദു മുസ്ലിമൻ ഹുദുവതൻ, അവൻ രോഗിയായ സന്ദർഭത്തിൽ അവനെ പ്രഭാതത്തിൽ സന്ദർശിച്ചിട്ടെങ്കിൽ, അതിനർത്ഥം പ്രഭാതത്തിൽ സന്ദർശിക്കുന്ന ചെന്നല്ല, പ്രഭാതത്തിൽ സുബഹിയുടെ ടൈമിലും ഒരു മുസ്ലിമായ മനുഷ്യർ ഒരു മുസ്ലിമിന്റെ രോഗസന്ദർശന നടത്തിയിട്ടെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇല്ലാ സല്ല അലൈഹി സബൂന അൽഫ മലക്കിൻ ഹത്താ യുസിയ, അവനൊരു പേരായിട്ട് 70,000 മലായികത്ത് ദുആ നോടിക്കുക. ഒരാളും ഈ ഹദീസിലെ ദഈഫ് ചെന്നില്ല, സ്വഹീഹായിട്ടുള്ളതായ ഹദീസ് എത്തിക്കുക. ധാരാളം ഹദീസിലെ ഗ്രന്ഥത്തിൽ വന്ന ഹദീസ് എത്തിക്കുക. പ്രഭാതത്തിൽ സുബഹിയുടെ നേരത്തിൽ ഒരു രോഗിയെ സന്ദർശനാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മലക്കല്ല, 2 മലക്കല്ല, 70,000 മലായികത്ത് അവർക്ക് പേരായിട്ട് ദുആ നോടിക്കുവാറ്. അത്തായിംസിഹ, 3 നേരം അവർ കൊടുത്തോളും, വൈകുന്നേരം അവർ കൊടുത്തോളും. എത്ര വൈകുന്നേരത്തിൽ ഒരു രോഗിയെ സന്ദർശനാക്കിയിട്ടുണ്ടെങ്കിൽ ഇല്ല സ്വല്ല അലൈഹി സബൂന അൽഫ മലക്കിൻ ഹത്താ യുസ്ബിഹ, പ്രഭാതം അവരോടത്തോളം സുബഹി അവരോടത്തോളം 70,000 മലായികത്ത് അവർക്ക് വേണ്ടിയിട്ട് ദുആ നോടിക്കുവാറ്. ഇത്ര ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയം. അല്ലാഹുവിന്റെ മലായികത്ത് നമുക്ക് വേണ്ടിയിട്ട് ദുആ നേട്ടെങ്കിൽ ആ ദുആ അല്ലാഹു സ്വീകരിക്കാതിരിക്കല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭത്തിലും നിങ്ങൾ ആമീൻ ചൊല്ലുമ്പോൾ മലായികത്തിന്റെ ആമീനോടൊക്കെ യോജിക്കും. നിസ്കാരത്തിൽ ഇമാം ഫാത്തിഹ ഓതിയിട്ട് അവസാനത്തിൽ ആമീൻ ചൊല്ലും. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അമ്മൽ ഇമാം ഫഅമ്മിനു, ഇമാം ആമീൻ ചൊല്ലുമ്പോൾ നിങ്ങൾ എന്താക്കണം? ആമീൻ ചൊല്ലണം. കാരണം ഇമാമു ആമീൻ ചൊല്ലുമ്പോൾ മലായികത്തിന് ആമീൻ ചൊല്ലരുത്. അപ്പോൾ നിങ്ങളെ ആമീൻ മലായികത്തിന്റെ ആമീനോടൊക്കെ യോജിച്ച് വന്നിട്ടെങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, നിങ്ങളെ കഴിഞ്ഞു പോയതായ ദോഷത്തിന് അല്ലാഹു മാഫാക്കുക. അപ്പോൾ ദൈതിക് മലായികത്തിന് ആമീൻ ചെന്നിട്ടെങ്കിൽ ഇൽമുൽ മജ്ലിസിൽ മലായികത്തിന് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ വിഷയത്തിന് വേണ്ടി അപ്പൊ 70,000 മലായികത്ത് അവനക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറ്. സുബൈക്ക് സന്ദർശനാക്കിയെങ്കിൽ അസർ അവരോട് തോന്നും, അസറിന് സന്ദർശനാക്കിയെങ്കിൽ പ്രഭാത അവരോട് തോന്നും. അവിടെ തീറ്റില്ല. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഖാന ലഹു ഖലീഫുൻ ഫിൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ അതിക്ക് ബദലായിട്ട് ഒരു ഖലീഫ് ചെന്നിട്ടെങ്കിൽ വൽ ഖലീഫു ഹുവൽ മുസ്താ, സ്വർഗ്ഗത്തിൽ ഒരു തോട്ട അല്ലാഹു സ്പെഷ്യലായിട്ട് നമുക്ക് കൊടുക്കണം. സ്വർഗ്ഗത്തിൽ തോട്ട നമുക്ക് എന്ത് തോട്ടമായിരിക്കും അതിനൊക്കെ വർണ്ണനക്കും സാധ്യത. അത്ര പ്രതിഫലമുണ്ട് രോഗിയെ സന്ദർശനാക്കിയിട്ടുണ്ടെങ്കിൽ. ധാരാളം ഹദീസ് ആ വിഷയത്തിൽ വന്നത്. അതല്ല ചെലവ് പോയിട്ടുണ്ടെങ്കിൽ അതിക്ക് സമയമായാവലെ ഞാൻ അത് വിശദീകരിക്കില്ല. അപ്പോ മയ്യത്തിനെ പരിപാലിക്കുന്നത്, ബാധയിച്ചിക്കരുത്, രോഗിയെ സന്ദർശനാക്കരുത്. അത്ര ഈ പ്രതിഫല കിട്ടുന്നുണ്ടെങ്കിൽ അതിക്ക് ചില കണ്ടീഷനും
അത് ഒന്നാമത്തെ കണ്ടീഷൻ എന്തായെങ്കിൽ അവന്റെ നീയത്തായിരിക്കും അള്ളാഹുവിന്റെ പ്രതിഫലത്തിൽ ആഗ്രഹിക്കണം. നന്റെ കുടുംബത്തോനും നന്റെ മുതലാളി നക്ക് വേണ്ടിയാള് നന്റെ ബിസിനസ്സിന്റെ പാർട്ട്ണർ അല്ലെങ്കിൽ രാജകീയത്തിൽ അറിയപ്പെട്ട ആള് പോയില്ലെങ്കിൽ എതിരെ ചെല്ലും, പത്തില്ലെങ്കിൽ ചെല്ലുക. ആ ഒരു നീയത്തിൽ പോയിട്ടെങ്കിൽ 10 പൈസ പ്രതിഫലം കിട്ടാൻ. അവൻ എന്ത് വേണമെങ്കിലും നമുക്ക് റബ്ബുടെ പ്രതിഫലം വേണോ? ഈ നീയത്തിൽ രോഗിയെ സന്ദർശനാക്കിയിട്ട് മാത്രം. എത്ര ആൾമാരിക്കുക? അധിക ആൾമാരും രോഗിയെ സന്ദർശനാക്കുന്നത് പോയില്ലെങ്കിൽ എതിരെ ചെല്ലുക. അവൾ നാളെ ചെറുത്ത് നടക്കും, ഞാൻ ഉഷാറില്ലാതെ ഉറക്കവും നോക്കിയിട്ടില്ല, കണ്ടെത്തില്ല. അങ്ങനല്ല, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കും. ജനാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാട്ടിത്തന്നതായ തരീഖ, ആ ഇത്തിബാ അത് ഫോളോ ആക്കുന്നു. അതായിരിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ആക്കുന്നതായ ഹദീസുകളെല്ലാം കണ്ട് ഇദാ ഹദർതുൽ മരീദ അവൽ മയ്യിത ഫഖൂലു ഖൈറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നത് നിങ്ങൾ ഒരു രോഗിയുടെ മുട്ട എത്തിയാറുണ്ടായെങ്കിൽ അവൽ മയ്യിത ഒരു മയ്യത്തിന്റെ മുട്ട നിങ്ങൾ പോയാറുണ്ടായെങ്കിൽ ഫഖൂലു ഖൈറാ, നല്ലത് മാത്രം നിങ്ങൾ പറയണം. അനാവശ്യമായിട്ടുള്ള ഒരു സംസാരവും പാടില്ല. എന്തിനാണ് ഈ വിഷയം ചെല്ലുന്നതെങ്കിൽ നമ്മ ഈ രോഗിയെ സന്ദർശനാക്കിയിട്ടെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് ആ പ്രതിഫലം എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ വെറുതെ കുട്ടികൾ മനോവർത്തവരാകും ചെയ്യുക, അധ്വാനിച്ചിട്ട് നിഷ്ഫലാവുകയും ചെയ്യുക. ആ പ്രതിഫലം കിട്ടുന്നുണ്ടെങ്കിൽ അതുക്കുള്ള മാനദണ്ഡം ഒന്നും നീയത്ത് ക്ലിയർ ആവും. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടിത്തന്ന ആ തരീഖ ഞങ്ങളൊട്ടിക്ക് വേണം. അതിൽ പ്രധാനപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് നിങ്ങൾ ഒരു രോഗിയായ പേഷ്യന്റായ മനുഷ്യരെ മുട്ടലിനെ ചെന്നാറുണ്ടായെങ്കിൽ അവരിൽ മയ്യച്ചിനെ മുട്ടലിനെ ചെന്നാറുണ്ടായെങ്കിൽ ഫഖൂലു ഖൈറ, നിങ്ങളുടെ നല്ലത് മാത്രം ചെല്ലും. എന്റെ കാരണം ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. നിങ്ങൾ ചെറുപ്പത്തിക്ക് മലായികത്തിക്ക് ആമീൻ ചെന്നിരിക്കാറ്. അപ്പൊ നിങ്ങൾ ബെടക്ക് ചെന്നിട്ടെങ്കിൽ ബെടക്കൈ ചെന്നത് രേഖപ്പെടുത്തും. അപ്പൊ നിങ്ങൾ ചെറുപ്പത്തിക്ക് മലായികത്തിക്ക് ആമീൻ ചെന്നിരിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഗൗരവമായിട്ട് ചെന്ന്. അപ്പൊ നിങ്ങൾ നല്ലത് മാത്രം പലക പറയണം. നല്ലത് പലക പറയുന്ന രോഗിക്ക് വേണമായിട്ട് പ്രാർത്ഥിക്കണം, നല്ല വിഷയം ചെന്ന് കൊടുക്കണം, അള്ളാഹുവിന്റെ വിഷയത്തിൽ ചെന്ന് കൊടുക്കണം, തൗഹീദിന്റെ വിഷയം ചെന്ന് കൊടുക്കണം. അതേപോലെ നല്ലത് ആ രോഗിക്ക് നന്മ വേണമായിട്ട് പ്രോത്സാഹിപ്പിക്കണം. അതേ നല്ലത് ചെന്നെങ്കിൽ അല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് പഠിപ്പിച്ചാണ്. എത്രത്തോളം ചെന്നെങ്കിൽ ഹദീസ് നമുക്ക് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് നിങ്ങൾ ഒരു രോഗിയെ സന്ദർശനാക്കിയ ആ രോഗിയെ നിങ്ങൾ സന്ദർശനാക്കിയെങ്കിൽ ആ രോഗിക്ക് മൗത്ത് വന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ ഇതേതായാലും മുന്നേക്ക് പോണില്ല, മരണ അടുത്തിട്ട് ചെന്നുള്ളതായ ആ ഒരു വിഹാര നമുക്ക് കിട്ടിയിട്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴികാട്ടിയത് നിങ്ങൾ എന്താകണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്ന് കൊടുക്കണം. നോക്കൂ, അതായത് തൽക്കീൻ ലക്കിനോ മൗതാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് ലക്കിനോ മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ മരണം ആസന്നമായിട്ടുള്ളതായ മനുഷ്യരെ മുട്ടലിനെ ചെന്നാറുണ്ടെങ്കിൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്ന് കൊടുക്കൂ. കാരണം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ദിക്ർ ഇമാം മുസ്ലിം സഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ആക്കിയത് മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒർച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്ന് മരിച്ച എങ്ങനെ ദിക്ർ മരിച്ച് വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹദീസ് അങ്ങനെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹെ അറിഞ്ഞിട്ടവൻ മരിച്ച കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്ന് മരിച്ചെങ്കിലല്ല. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫിറൗൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്നതാ ചെങ്കടലിൽ മുങ്ങി ചാവുന്നതായ സന്ദർഭത്തിൽ ഒരു രക്ഷയില്ല, നമുക്ക് മൗത്ത് മാത്രമേ ചികിത്സിച്ച് അവൾ വിചാരിച്ച സന്ദർഭത്തില് എന്നെ രക്ഷപ്പെടുത്തൽ ആരുമില്ല ചെന്നതായ ഒരു ധ്യാനം അവന്റെ മനസ്സിൽ വന്ന സന്ദർഭത്തിൽ അവൾ വിളിച്ചു ചെന്ന ആമന്തു ബിറബ്ബി മൂസ, മൂസയുടെ റബ്ബിനെ കൊണ്ടുതനാണ് വിശ്വസിച്ച് വെച്ചവയ. അവസാന അന്തിമ ഘട്ടത്തില് ഒരു രക്ഷയില്ലാതിരിക്കുമ്പോഴേക്കും അള്ളാഹുവിനെ വിളിച്ചിട്ട് മരിച്ചാവുന്ന എത്രയാണുള്ള. അതുകൊണ്ടത്തെ കാര്യമില്ല സഹോദരന്മാരെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നത് യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞിട്ടവൻ മരിക്കും. എന്താ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്? അശ്റാഫു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശർത്തന്റെ ദിക്ർ, തൗഹീദിന്റെ ദിക്ർ, തൗഹീദുർ റുബൂബിയ്യയുടെ ദിക്ർ, തൗഹീദുൽ ഉലൂഹിയ്യയുടെ ദിക്ർ, അസ്മാഉ വസിഫാത്തിന്റെ ദിക്ർ. ഇങ്ങനെ തൗഹീദിന്റെ വിഷയത്തിൽ അറിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറച്ചിട്ട് ഹൃദയത്തിന്റെ അന്തരാളത്തിൽ നിന്ന് അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. അവൻ ഈ ദിക്ർ സ്വർഗ്ഗത്തിൽ കടക്കും. ഇമാം ബുഖാരി റിപ്പോർട്ട് ആക്കിയതായ ഹദീസിൽ കാണുന്നത് തസ്ദീഖൻ ബിൽ ഖൽബ്, അവന്റെ കൽബ് കൊണ്ട് അവൻ ഉറപ്പിച്ചിട്ട് വേണം. അത് കഴിച്ചിട്ട് നിങ്ങൾ മരണമെത്തിയതായ രോഗിയുടെ മുട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്ന് കൊടുക്കുള്ളൂ. അതേ ചിക്കൻ കൽക്കി. ഞങ്ങളുടെ സമുദായത്തിൽ അവസ്ഥ നേരെ ഉൾട്ടെ. മരിച്ചതിന് പിന്നെ എത്തിക്കറ്, ദഫനമാക്കിയതിന് പിന്നെ എത്തിക്കറ്, കബറിന്റെ മേല് ഒരു കല്ലും വെച്ചിട്ട് മുത്തിരുന്നിട്ട് ചെന്ന് കൊടുക്കറേ. ഇതാ നീ മരിച്ച് നീ ഇപ്പൊ മണ്ണിലടിയിൽ എത്തിക്കറ്, ഞങ്ങളെല്ലാം ഉടുത്ത് വിട്ടുപോയെന്ന് പിന്നെ ചെണ്ട മലക്കിങ്ങ നിന്റെ മുട്ട പണ്ടാറ് വായിക്കളാക്ക നിന്നെ വിളിക്കാറ്, വാജിരസാക്ക നിന്നെ ദൈവപ്പാടുകാറ്, നിന്നൊട്ടിക്ക് കുറെ പ്രശ്നങ്ങളെ കേൾക്കാറ്. അതുക്കെല്ലാം കറക്റ്റായിട്ട് ഉത്തരം ചൊല്ലണം. ഒന്നാമത്തെ പ്രശ്നമാണ് റബ്ബുക്കാണ്ട് കേൾക്കാറ്, നിന്റെ റബ്ബാറ് കേൾക്കാറ്. അപ്പൊ നീ ചെല്ലണം അല്ലാഹു റബ്ബി. രണ്ടാമത് കേൾക്കാറ് നിന്റെ നബിയാറ് മുഹമ്മദ് നബി. അങ്ങനെ ഉത്തരം ചൊല്ലണം. നിന്റെ ഇമാമാണ് കേൾക്കാറ് ഖുർആൻ ഇമാമി, നിന്റെ ഇമാമ ഖുർആനായി ദിക്ർ. ഇത് കറക്റ്റായിട്ട് നല്ല സ്ഫുടമായ നിലക്ക് ഇതൊക്കെല്ലാം നീ ഉത്തരം ചൊല്ലണോ. എന്ത് കാര്യമുണ്ട് സഹോദരന്മാരെ, എന്ത് കാര്യം. അപ്പൊ തൽക്കീന് ചെന്ന് കൊടുക്കുവാനായത് ഹയാത്തിരിക്കുമ്പോ ഖുർആൻ പോലായത് ഹയാത്തിരിക്കുമ്പോ മരിച്ചത് പിന്നെ എന്താ ഇരിക്കട്ടെ. അത് വിഷയപ്പെടുമ്പോൾ നമ്മൾക്ക് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യഹൂദിയായ ഒരു കിടാവ് രോഗ സന്ദർശനാക്കി. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ആക്കിയതായ ഹദീസിൽ നമുക്ക് കാണാം. അങ്ങനെ സന്ദർശനാക്കിയതായ സന്ദർഭത്തിൽ ആ കിടാവ് ചെന്നെങ്കിൽ പ്രായപൂർത്തി എത്തിക്കും, അല്ലെങ്കിൽ എത്തിക്കല്ല എന്നെങ്കിൽ ഇവിടെ ഇല്ല. അത് ഹദീസിൽ വ്യക്തമായിട്ട് അറിയാം. ഗുലാമത്ത് വന്ന് കിടാവ്, ആണ് കിടാവ്. അപ്പോ ആ കിടാവ് മൗത്ത് വന്നിട്ട് അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖ ആ കിടാവ് നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുമോനെ. അപ്പൊ ആ കിടാവ് അബ്ബയുടെ മുഖം നോക്കി. അപ്പൊ അബ്ബ മോനെ അതി അബുൽ ഖാസിം. അബുൽ ഖാസിം എന്തായിട്ട് ചെല്ല്. അബുൽ ഖാസിം ചെന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോന്റെ പേരായിട്ട് ഖാസിം. എന്തായിട്ട് ചെല്ലുന്നത് അത് നീ അനുസരിക്ക്.
അങ്ങനെ പിതാവ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെറുത്ത് അള്ളാഹു കൊടുത്ത് ഹിദായത്ത് കൊടുത്തെങ്കിൽ മാത്രം. അതേപോലെ അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണാസന്നമായ സന്ദർഭത്തിൽ വേണ്ടി ചെത്തിയ അമ്മി ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെത്തില്ല. വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദിൻ, മുഹമ്മദേ നിന്റെ ദീന് കറക്റ്റ് പെർഫെക്റ്റ്, അതിലൊരു സംശയമില്ല, എനിക്ക് ക്ലിയർ ആയിട്ട് പിടിയും. ഭയങ്കര ഇപ്പൊ ലാസ്റ്റ് നല്ല മൂമെന്റിൽ നിന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്നിട്ടെങ്കിൽ അത് നല്ല തറവാടിന് അവർ പേര് ദോഷവും ഇതിനെ നാം പേടിക്കരുത്. അപ്പൊ സഹോദരന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്ന് കൊടുക്കണോ? അത് ഏറ്റവും വലിയ ഒരു വിഷയത്തിൽ അവിടെയും പണ്ഡിതന്മാർ ചെന്നാൽ നിർബന്ധിക്കുക തീരാം. ചെല്ലുന്നതിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെത്തേ വേണം, ചെത്ത് ജബർദസ്തിൽ ചെലവ് തീരാം. അവർക്ക് അർത്ഥമായിട്ട് മനസ്സിലായിട്ട് അവൻ ചൊല്ലണം. നിർബന്ധ ആ വിഷയത്തിലില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ എന്തില്ല, നിർബന്ധമില്ല. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, ഇല്ലാത്തവർക്ക് വിട്ടുവിടാം, നിർബന്ധമില്ല. ഇത് രോഗിയായെങ്കിൽ അവർക്ക് ഒരുപാട് കടമകളാണ് ചെയ്ത് തീർക്കുകൊണ്ടു. ഞാൻ അതേത് വിശദീകരിക്കല്ലേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു രോഗ സന്ദർശനമായിട്ട് അവിടെ സഅദ് ഇബ്നു അബീ വഖാസിന്റെ പേര് ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ നടത്തി, അല്ലാഹുമ്മ ശ്ഫി സഅദ, അല്ലാഹുമ്മ ശ്ഫി സഅദ, അല്ലാഹുമ്മ ശ്ഫി സഅദ ചെന്ന് ദുആ നടത്തി. നിജാൽമാക്കെ ഞാൻ ദുആ നടത്താം, ദുആ നടത്താം, അവരുടെ പേര് ചെന്ന് ദുആ നടത്താം, തപ്പില്ല. ഞാൻ ഉദാഹരണം പറയുമ്പോ അബ്ദുറഹ്മാൻ ചെല്ല ഒരാളെ രോഗ സന്ദർശനാക്കിയെങ്കിൽ അയാളുടെ പേര് ചെന്ന് ദുആ നടക്കാം. അത് തെറ്റല്ല, അത് വിദഗ്ധല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ നടത്തി. അബീ സലമയുടെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോൾ ദുആ നടത്തി. സഅദ് ഇബ്നു അബീ വഖാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ നടത്തി. ഇമാം ബുഖാരി സഹീഹ് ബുഖാരിയിൽ 5650 ഹദീസായിട്ട് റിപ്പോർട്ടാക്കി. അതേപോലെ ഇമാം മുസ്ലിം സഹീഹ് മുസ്ലിം 1628 ഹദീസായിട്ട് റിപ്പോർട്ടാക്കി. അതേപോലെ രോഗിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായ പ്രാർത്ഥന എനിക്കെല്ലാവർക്കും പിടിയുള്ളൂ. അദ്ഹിബുൽ ബഅസ റബ്ബനാസി വശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. ഇതെല്ലാം പഠിച്ച വിഷയത്തിൽ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നൊരു വിശേഷം, മൻ ആദാ മരീദൻ ലം യഹ്ദുറു അജ്ലുഹു, ഒരു രോഗിയെ സന്ദർശനാക്കിയാൽ അവർക്ക് മൗത്ത് എത്തിയിട്ടില്ല, ഉഷാറാവ, അങ്ങനത്തെ ഒരു രോഗിയെ സന്ദർശനാക്കിയെങ്കിൽ ഫഖാലഹു ഇന്നഹു സബഅ മിറാ, അവരുടെ മുട്ടനിനെ 7 കുറി ചൊല്ലണോ, അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയക ഇല്ലാ അഫാ അല്ലാഹു മിൻ ദാലികൽ മർദി. അപ്പോൾ അങ്ങനെ ദുആ നടത്തുന്ന അവരുടെ രോഗത്തിന് അല്ലാഹു ശിഫയാക്കാണ്ടിരിക്കല. വേറെ റിപ്പോർട്ടിലും ഏത് ജാഗ കൈവച്ചിട്ട് നമ്പറുള്ള ആ ജാഗയില് കൈവച്ചിട്ട് ദുആ കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇങ്ങനെ ധാരാളം ഹദീസുകൾ ആ വിഷയത്തിൽ വന്നത്. അതെല്ലാം വിശദീകരിക്കാൻ പോയ സമയത്തിന് അഭാവം. രോഗ സന്ദർശനം ഇതായിത്തിക്കറ് അതിന് വലിയ പ്രതിഫലമുണ്ട്. അത് അല്ലാഹുവിന്റെ മക്കളിൽ വലിയ കൂലിയുള്ള വിഷയത്തിൽ